ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായമാണ് നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കുന്നത്. 26-ാം അധ്യായത്തിൽ ഏശാവും യാക്കോബും ഇസഹാക്കിനും റിബേക്കായ്ക്കും മക്കളായി ജനിച്ചു ഇരട്ടക്കുട്ടികൾ. അതിനുശേഷം ആ മാതാപിതാക്കൾ തന്നെ ഒരു വിഭാഗീയ ചിന്ത മക്കളെ ചൊല്ലി അവിടെ ഉണ്ടാവുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇനി ഇസഹാക്കിന് പ്രായമാകുമ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ കാഴ്ച മങ്ങുന്നു. എന്നാൽ ഇവിടെ ഇസഹാക്കിനെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ കാഴ്ച മാത്രമല്ല, ആത്മീയമായ കാഴ്ചയും മങ്ങുന്നതായി നമ്മൾ കാണുന്നു. പ്രായമാകുമ്പോൾ, ശരീരം ദുർബലമാകുമ്പോൾ ആത്മാവ് കൂടുതൽ ശക്തിപ്പെടണം. ജീവിതത്തിൽ നടത്തിയിട്ടുള്ള പ്രാർത്ഥനകളും ആരാധനകളും നന്മകളൊക്കെ ആ സമയത്ത് കൂടുതൽ ശക്തി നമുക്ക് പകരേണ്ടതാണ്. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത് ആത്മീയമായ ഒരു വലിയ ദുഃഖത്തിലേക്ക് പോകാൻ സാധ്യതയാണ്. പ്രായമാകുമ്പോൾ നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ അത് ക്ഷയിച്ചു തുടങ്ങും. അകത്തെ മനുഷ്യനും കൂടുതൽ ശക്തിപ്പെടേണ്ടത് ആവശ്യമാണ്. ഇന്ന് ഇസഹാക്കിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഉണ്ടാവുന്നില്ല. ജ്യേഷ്ഠൻ അനുജനെ സേവിക്കും എന്ന അറിയിപ്പ് ഇവർക്ക് ലഭിച്ചതാണെങ്കിലും ഇസഹാക്ക് ദൈവത്തിൻ്റെ ആ വചനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുവാൻ തീരുമാനിക്കുകയാണ്. അദ്ദേഹം ഏശാവിനോട് പറയുന്നത്, നീ നോക്ക്, ഞാൻ വൃദ്ധനായി എപ്പോൾ മരിക്കുമെന്ന് ഞാൻ അറിയുന്നില്ല. നിന്റെ അമ്പും വില്ലും എടുത്ത് കാട്ടിൽ ചെന്ന് ഏതെങ്കിലും ഒരു മൃഗത്തെ കൊന്ന് ആ വേട്ടയിറച്ചി കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി നീ കൊണ്ടുവരിക. മരിക്കാറായി, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറയുമ്പോൾ കാലും കുഴിയിലേക്ക് നീട്ടിയിരിക്കുന്ന ഈ വൃദ്ധൻ ഇപ്പോഴും ഭക്ഷണത്തെ സംബന്ധിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ആത്മീയമായ ദർശനം നഷ്ടപ്പെടുന്നതിൽ അത്ഭുതപ്പെടാനില്ല. 1 കൊരിന്ത്യർ 9:27 അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നു, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയാണ്. സഭയിൽ ഉപവാസവും പ്രാർത്ഥനകളൊക്കെ ഇതിനാണ് സഭ ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഭക്ഷണത്തോടുള്ള താല്പര്യമാണ് ഇസഹാക്കിനെ ആത്മീയമായി ഇവിടെ അന്ധനാക്കുന്നത്. അതുകൊണ്ട് ഒരിക്കൽ പോലും നല്ല ഭക്ഷണം എനിക്ക് ഉണ്ടാക്കിത്തരാത്ത നിന്റെ സഹോദരന് പകരം നിന്നെ ഞാൻ അനുഗ്രഹിക്കാൻ പോവുകയാണ്. അത് ദൈവവും അപ്രകാരം നിന്നെ അനുഗ്രഹിക്കും എന്നാണ് ഇവിടെ ഇസഹാക്ക് ഇപ്പോൾ ചിന്തിക്കുന്നത്. എന്നാൽ നമുക്കറിയാം, റിബേക്ക യാക്കോബിൻ്റെ പക്ഷത്താണ്. ഇളയ സഹോദരന് ആണ് വാഗ്ദത്തം ലഭിക്കേണ്ടതെന്ന് റിബേക്കായ്ക്കും അറിയാം. അതുകൊണ്ട് ഇവിടെ ദൈവസന്നിധിയിൽ ദൈവത്തെ കബളിപ്പിച്ചായാലും ആ ഇളയ മകന് അനുഗ്രഹം തട്ടിയെടുക്കാൻ തക്കവണ്ണം റിബേക്ക ഇവിടെ പ്രവർത്തിക്കുകയാണ്. നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള ഒരു വാക്കാണ്, ഏത് പ്രവൃത്തിയും അതിൻ്റെ ആ ഫലത്തെ അല്ലെങ്കിൽ ന്യായീകരിക്കുമെന്നുള്ളത്. അപ്പം പ്രവൃത്തി എങ്ങനെ ആയാലും കുഴപ്പമില്ല, അതിൻ്റെ അന്തിമ ഫലം നന്നായിരുന്നാൽ മതി എന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതൽ ആളുകൾ. ഒരിക്കലും നമ്മളങ്ങനെ ചിന്തിക്കാൻ പാടില്ലാത്തതാണ്. പട്ടിണി കിടക്കുന്ന ഒരു കുടുംബത്തെ സഹായിക്കുവാൻ വേറൊരാളുടെ ധനം മോഷ്ടിച്ച് നൽകുന്നത് ന്യായീകരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നാട്ടിൽ ശല്യക്കാരനായ ഒരു മനുഷ്യനെ കൊന്നുകളഞ്ഞ് ആ ശല്യം ഒഴിവാക്കുന്നത് ന്യായീകരിക്കാനാവുമോ?
ഒരിക്കലുമാവില്ല. ഇവിടെ നമുക്കറിയാം യാക്കോബും റെബേക്കായും യഥാർത്ഥമായി ദൈവത്തിൽ വിശ്വസിച്ച് ദൈവം അവർക്ക് പ്രത്യക്ഷപ്പെട്ടെങ്കിലും വാഗ്ദത്തങ്ങളൊക്കെ നൽകിയെങ്കിലും ഇപ്പോൾ ജീവിതത്തിൽ അവർ ദൈവമില്ലാത്തവരെ പോലെ ഇവിടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയുമാണ് ചെയ്യുന്നത്. യഥാർത്ഥമായി ദൈവത്തിൽ വിശ്വസിച്ചിരുന്നെങ്കിൽ ഇസ്ഹാക്കിന് ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കാനാവുമായിരുന്നില്ല. ഇവിടെ നടക്കുന്നത് വാസ്തവത്തിൽ ആത്മീയമായ വലിയ ഒരു ചൂഷണമാണ് ഇവിടെ നടക്കുന്നത്. ഇന്നും ഇതുതന്നെയാണ് പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. പലരും ചിന്തിക്കാറുണ്ട്, ദാവീദും യാക്കോബും ഒക്കെ ചെയ്തതുപോലെ നമ്മൾ ചെയ്താൽ എന്താണ് കുഴപ്പം? നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, തെറ്റാര് ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. അതിനെ നമുക്ക് ന്യായീകരിക്കാനാവില്ല. ഇസ്ഹാക്കിൻ്റെ ജഡത്തിൻ്റെ ബലഹീനതയാണ് നമ്മളിവിടെ കാണുന്നത്. ഇറച്ചി തരുന്നവനെ അനുഗ്രഹിക്കാനുള്ള പ്രവണത, അല്ലെങ്കിൽ ലൗകിക സുഖത്തിനനുസരിച്ച് അനുഗ്രഹിക്കാനുള്ള ഒരു പ്രവണതയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പം കുടുംബത്തിൽ ഒരു ചിത്രിപ്പിൻ്റെ അനുഭവം നിലനിൽക്കുന്നുവെന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇതുതന്നെയായിരുന്നു അബ്രാഹാമിൻ്റെ ഭവനത്തിലും. ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഹാഗാറിനെ സ്വീകരിച്ചതുകൊണ്ട് ആ ഹാഗാറിനെ ചൊല്ലി അബ്രാഹാമിൻ്റെ ഭവനത്തിൽ ഇതിനു മുൻപ് പ്രശ്നങ്ങളുണ്ടായത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇതാ ഇവിടെയും ഈ ഇരട്ട കുട്ടികളെ ചൊല്ലി ഈ ഭവനത്തിലും വഴക്കുണ്ടാക്കുകയാണ്. ഇന്ന് പല ഭവനങ്ങളിലും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 6 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ റിബേക്ക ഇവിടെ ചതിവ് നിരൂപിക്കുകയാണ്. ആട്ടിൻ തോല് പൊതിച്ച് അപ്പനെ പറ്റിക്കുന്ന അല്ലെങ്കിൽ കബളിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് തൻ്റെ മകനെ ഈ അമ്മ നയിക്കുകയാണ്. അതാണ് നമ്മളിപ്പോൾ നാട്ടിൽ പറയാറില്ലേ, ഇപ്പോഴത്തെ രീതിയിൽ പറഞ്ഞ ഫാൻസി ഡ്രസ്. ഇവിടെ അപ്പൻ്റെ അടുത്ത് ഫാൻസി ഡ്രസ് കളിച്ച് അതിലൂടെ അനുഗ്രഹം ഏറ്റുവാങ്ങാനുള്ള ഒരു ശ്രമം. ഏശാവ് പറയുന്നുണ്ട്, നിന്റെ ശബ്ദം യാക്കോബിൻ്റേതാണ്, എന്നാൽ ശരീരം ഏശാവിൻ്റേതാണ്. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കുടുംബങ്ങളിൽ മാതാപിതാക്കൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. ഒരു കുഞ്ഞ് ജനിച്ച് പ്രായമാകുന്നതിന് മുമ്പ് തന്നെ മോന് ആരോടാണ് ഇഷ്ടം, പപ്പയോടാണോ മമ്മിയോടാണോ എന്ന് ചോദിക്കുന്നിടത്ത് തന്നെ ഈ പ്രശ്നം പലപ്പോഴും ആരംഭിക്കുകയാണ്. നമ്മളത് തമാശയായിട്ടാണ് ചോദിക്കുന്നതെങ്കിലും കുട്ടികൾക്കത് വളരെ കാര്യമാണ് നമ്മൾ ഓർക്കണം. ഇവിടെ നമ്മൾ ഇനി അതിൻ്റെ 18 മുതൽ 20 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യാക്കോബ് ഇപ്പോൾ ഭക്തനായ ഒരു തട്ടിപ്പുകാരനാണ്. ഇവിടെ ഏശാവ് ചോദിക്കുന്നുണ്ട്, ഇത്ര പെട്ടെന്ന് നിനക്ക് ഇത് ലഭിച്ചോ, ഇറച്ചി കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ എനിക്ക് നേരെ അത് വരുത്തി തന്നുവെന്ന് ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് അപ്പനോട് ഇവിടെ കള്ളം പറയുകയാണ്. ഇന്നും ഭക്തിയുടെ മറവിൽ ആണ് ഏറ്റവും കൂടുതൽ ആ തട്ടിപ്പ് ലോകത്തിൽ നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇസ്ഹാക്ക് തനിക്ക് ലഭിച്ച അനുഗ്രഹം ഇവിടെ യാക്കോബിന് കൈമാറുകയാണ്. ഇവിടെ കൈമാറേണ്ട രീതി ഇതല്ല. ചതിവിലൂടെയല്ല യാക്കോബ് അത് നേടിയെടുക്കേണ്ടതും. പിന്നീട് തനിക്ക് സംഭവിച്ചതായ ആ തെറ്റിനെ ഓർത്ത് ഇസ്ഹാക്കും ഏശാവും വളരെയേറെ ദുഃഖിക്കുകയും കരയുകയും ചെയ്യുന്നുണ്ട്. വാസ്തവത്തിൽ ഏശാവ് ദുഃഖിച്ചിട്ട് കാര്യമില്ല. കാരണം ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കി കളഞ്ഞവനാണ്. അവൻ അനിയനെ വകവരുത്തുവാൻ ആലോചിക്കുകയാണ്. കായൻ ഹാബേലിനെ കൊല്ലാൻ ആലോചിച്ചതുപോലെ. ഇപ്പോൾ അവനെ കൊല്ലാനാക്കില്ല. ഇസ്ഹാക്കിൻ്റെ കാലശേഷം അവനെ കൊല്ലാമെന്ന് മനസ്സിൽ നിരൂപിച്ച ആ കാര്യം പലരോടും ഒരു പക്ഷേ ഏശാവ് പറഞ്ഞിട്ടുണ്ടാവും. അത് മാതാപിതാക്കൾ അറിയുകയും ചെയ്തു.
അപ്പം ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉള്ള റിബേക്ക കണ്ടുപിടിക്കുകയാണ് യാക്കോബിനെ ഇവിടുന്ന് നാട് കടത്തുക. എന്നിട്ട് അതിന് കാരണം പറയുന്നത്, മൂത്ത മകൻ മറ്റ് ജാതികളിൽ നിന്ന് വിവാഹം കഴിച്ചു, എൻ്റെ മകനെങ്കിലും സ്വന്തം കുലത്തിൽ നിന്നൊരു ഭാര്യ എടുക്കട്ടെ, അതുകൊണ്ട് അവൻ ഓടിപ്പോകട്ടെ എന്നൊക്കെ പറഞ്ഞ് അതിനുള്ള ന്യായീകരണം കണ്ടുപിടിച്ച് അനുനയത്തിൽ യാക്കോബിനെ രക്ഷിക്കാനുള്ള ശ്രമമാണ് റിബേക്ക ഇവിടെ ചെയ്യുന്നത്. ഇതിൻ്റെ പരിണിത ഫലം നമുക്ക് പിന്നെ കാണാൻ പറ്റും. ഇന്ന് ഈ അമ്മ അപ്പനെ വഞ്ചിച്ച് ഈ സഹോദരന് അനുഗ്രഹം വാങ്ങിക്കൊടുത്തെങ്കിൽ ഇനി ഈ അമ്മ ഈ പുത്രൻ്റെ മുഖം ഒരിക്കലും കാണത്തില്ല. ഇനി അമ്മ മരണം വരെ ഇനി മകനെ കാണുന്നില്ല. യാക്കോബ് അവിടെ നിന്ന് പോയി. യാക്കോബ് ഇനിയും 10-20 വർഷം കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴത്തേക്കും അമ്മ മരിച്ചു. ഈ യാക്കോബിൻ്റെ ഓടിപ്പോയതിന് ശേഷം ആ കുടുംബത്തിൽ ഈ റിബേക്കയുടെ സ്ഥിതി എന്തായിരുന്നു എന്ന് നമുക്ക് വേണേ ഒന്ന് ചിന്തിക്കാം. റിബേക്കയെ വെറുത്ത തൻ്റെ ഭർത്താവ്, ഏശാവിൻ്റെ ഭാര്യമാർ, ഒരിക്കലും ആ അമ്മയ്ക്ക് പിന്നെ സമാധാനം അവിടെ ലഭിച്ചു കാണുകയില്ല. കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വേദന നമുക്കിവിടെ കാണാൻ പറ്റും. മാതാപിതാക്കൾ തമ്മിൽ ധാരണയില്ലാതെ തുറന്ന് സംസാരിച്ച് തീരുമാനങ്ങൾ എടുക്കാത്തതിൻ്റെ പരിണിതഫലമാണ് നമ്മളിവിടെ കാണുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരിക്കലും ദൈവത്തെ വിട്ടുള്ള പ്രവർത്തനം നമുക്ക് പാടില്ല. മാതാപിതാക്കൾ ആലോചിച്ചു വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ. ഇപ്പോൾ ഇത് റിബേക്ക ഏശാവിനോട് ആലോചിക്കുന്നുണ്ട്, ഈ മകനെ നമുക്ക് ഭാര്യ എടുക്കാനെന്നും പറഞ്ഞ് ഇവനെ എൻ്റെ സഹോദരൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടാമെന്ന്. ഈ ആലോചന നേരത്തെ അനുഗ്രഹത്തിൻ്റെ കാര്യത്തിൽ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ ആ കുടുംബത്ത്. വാസ്തവത്തിൽ അനുജനാണ് ഈ അനുഗ്രഹം ഇത് ലഭിക്കേണ്ടത്. അത് വ്യാജമാർഗത്തിലൂടെ നേടിയെടുക്കേണ്ടതല്ല. അതിന് മനുഷ്യൻ്റെ സഹായമൊന്നും ദൈവത്തിന് ആവശ്യമില്ല. ദൈവം അതിനുള്ള ക്രമീകരണം ചെയ്യുമായിരുന്നു. എന്നാൽ അതിനു മുൻപ് ദൈവത്തെയും മനുഷ്യനെയും ഇത് കബളിപ്പിച്ച് അത് ഏറ്റുവാങ്ങുവാനുള്ള ശ്രമം റിബേക്കയുടെയും യാക്കോബിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. കുടുംബ പ്രാർത്ഥനയും ഒന്നിച്ച് ആലോചനയുള്ള ഒരു ഭവനത്തിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുകയില്ല. യാക്കോബും റിബേക്കയും കൂടി ചെയ്ത തെറ്റിന് ഇരുവരും ഇനി ശരിക്കും കണക്ക് പറയേണ്ടി വരുന്നുണ്ട്. യാക്കോബിനി പോകുന്നത് നല്ല ഒരു പരിശീലന കളരിയിലേക്കാണ്, അമ്മാവിൻ്റെ ഭവനത്തിലേക്ക്. ലാബാൻ നല്ല പാഠം യാക്കോബിനെ പിന്നെ പഠിപ്പിക്കുന്നത് മുന്നോട്ട് നമ്മൾ കാണും. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഈ കാര്യങ്ങൾ, ഈ ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിൽ വന്ന തെറ്റ് ആവർത്തിക്കാതെ ദൈവാനുഭവത്തിൽ മക്കളെ വളർത്തുവാനും ദൈവാശ്രയത്തോടുകൂടി അവർക്ക് അനുഗ്രഹം നൽകുവാനും നമുക്ക് സാധിക്കണം. ദൈവികമായ മാർഗത്തിലൂടെ വേണം നാം ദൈവിക ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ. ലക്ഷ്യം എപ്പോഴും ആത്മീയമായിരിക്കണം. അതുപോലെ തന്നെ അതിലേക്ക് എത്തുന്ന മാർഗവും ആത്മീയമായിരിക്കണം, സത്യമായിരിക്കണം. യാക്കോബിന് ജന്മാവകാശം ലഭിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ലഭിക്കുന്നുള്ള മാർഗവും അത് ആത്മീയമായിരിക്കണം. അത് ദൈവം അതിനുള്ള ക്രമീകരണം അത് ചെയ്തുകൊള്ളും. എബ്രായ ലേഖനത്തിൽ പൗലോസ്ലീഹായും ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ആരും ദുർവൃത്തനോ ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആകാതെ സൂക്ഷിച്ചുകൊള്ളുക. പിന്നീട് അനുഗ്രഹം ലഭിക്കാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും അയാൾ തള്ളപ്പെട്ടു. എബ്രായർ 12:16-17 വാക്യങ്ങളിൽ പൗലോസ്ലീഹായും ഇതെടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം സംഭവിക്കാതെ ദൈവം തന്ന ദാമ്പത്യം അതിൽ പ്രാർത്ഥനാപൂർവം ഭാര്യാഭർത്താക്കന്മാർ ഇത് തീരുമാനമെടുക്കുവാനും
ദൈവഹിതപ്രകാരം പ്രവർത്തിക്കാനും നമുക്കിടയായി തീരണം. ഈ മാതാപിതാക്കളുടെ കുടുംബജീവിതം നമുക്കൊരു പാഠമാവട്ടെ. അതിൽ നിന്ന് ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ടുള്ള, ദൈവത്തോട് ആലോചന ചോദിച്ചെടുക്കുന്ന, ആ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ.